പുതുവർഷത്തിലേക്ക് സഭ പ്രവേശിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള കത്തോലിക്കരെ തിരുവെഴുത്തുകളുടെ പരിവർത്തന ശക്തിയിൽ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കാൻ ലയോ 14 പാപ്പ ക്ഷണിക്കുന്നു. 2026 ജനുവരിയിലെ പരിശുദ്ധ പിതാവിന്റെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗത്തിലാണ് വിശ്വാസികളോടുള്ള ആഹ്വാനം. ദൈവവചനത്തോടുകൂടിയ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന് പോഷണവും സമൂഹങ്ങളിൽ പ്രത്യാശയുടെ ഉറവിടവുമാകുകയും കൂടുതൽ സാഹോദര്യപരവും മിഷണറിയുമായ ഒരു സഭ കെട്ടിപ്പടുക്കാൻ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് വത്തിക്കാൻ പുറത്തുവിട്ട പ്രാർത്ഥനാ നിയോഗമടങ്ങുന്ന സന്ദേശത്തിൽ പാപ്പ വ്യക്തമാക്കി. തിരുവെഴുത്തുകളിൽ നമ്മുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്താനുള്ള ഈ പ്രാർത്ഥനാ നിയോഗത്തിന്റെ കാതൽ ലളിതവും എന്നാൽ ആഴമേറിയതുമായ ഒരു സത്യമാണ്. ദൈവവചനം ആത്മീയ പോഷണമാണ്. ദൈനംദിന ജീവിതത്തിന്റെ വേഗതയിൽ ആളുകൾ പലപ്പോഴും ലക്ഷ്യം നഷ്ടപ്പെട്ട് ഉത്കണ്ഠാകുലരോ അമിതഭാരമുള്ളവരോ ആയി തോന്നുന്ന ഒരു ലോകത്ത് ലയോ പാപ്പ വിശ്വാസികളെ ദൈവവചനം ഒരു ദൈനംദിന കൂട്ടാളിയാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ സുവിശേഷങ്ങളിലേക്കും പ്രവാചകന്മാരുടെ രചനകളിലേക്കും തിരിയുന്നതിലൂടെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതും അവരുടെ സമൂഹങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതുമായ ആശ്വാസം, ദിശ, പ്രത്യാശ എന്നിവ കണ്ടെത്താൻ വിശ്വാസികളെ ക്ഷണിക്കുന്നു. വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും പ്രത്യാശ വ്യക്തിപരമായ ഭക്തിയേക്കാൾ വലുതാണെന്നാണ് പാപ്പയുടെ സന്ദേശം. ചേർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്.